പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് +1 മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിയാണ്. ഈ ട്രിഗണോമെട്രിയിൽ ബാക്കി നമ്മൾ പ്രോബ്ലംസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പ്രീവിയസ് വീഡിയോസിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇക്വേഷൻസ് നല്ലപോലെ ബൈഹേർട്ട് ചെയ്യുക, അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ട്രിഗണോമെട്രി പഠിക്കാവൂ. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 2 ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇതാണ്: cos a plus cos b equal to cos a plus b by 2 into cos a minus b by 2 ആണ്. അതുപോലെ തന്നെ sin a minus sin b എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 2 cos a plus b by 2 into sin a minus b by 2 ആണത്. അപ്പോൾ ഈ 2 ഇക്വേഷൻ നിങ്ങൾ നല്ലതുപോലെ നോക്കി മനസ്സിലാക്കുക. ഇനി വേറെ 2 ഇക്വേഷനും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെ പ്രോബ്ലം ചെയ്യുക, അത് പഠിക്കുക ആദ്യം, അതേ പറ്റൂ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് cos 7x plus cos 5x by sin 7x minus sin 5x equal cot x എന്ന് പറഞ്ഞ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. ചില ക്വസ്റ്റ്യൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചില സമയത്ത് ഇത് പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് കോട്ട് എക്സ് എന്നാണ് നമുക്ക് ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ ചില ക്വസ്റ്റ്യൻ ഇങ്ങനെ തരണമെന്നില്ല. ചിലപ്പോൾ അവർ പറയും ഇവാലുവേറ്റ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്, അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ്, അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ സോൾവ് എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ഇങ്ങനെ ചെയ്തു വരുമ്പം ഏതെങ്കിലും ആൻസർ ആയിരിക്കും കിട്ടുന്നത്, നമുക്ക് അറിയത്തില്ല ഏതാണെന്നുള്ളത്. ഇവിടെ കോട്ടക്സ് ആണെന്ന് ഉത്തരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്തു വരുമ്പോൾ ഇവിടെ കോട്ടക്സ് കിട്ടിയില്ലെങ്കിൽ തെറ്റി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കോട്ടക്സ് കിട്ടിയാൽ ഇത് ഉത്തരം ആവുകയാണെന്നുള്ളത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നല്ലതുപോലെ അങ്ങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, തെറ്റാതെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്ക്, ഏത് ഇക്വേഷൻ പോലെ കിടക്കുകയാണ്? cos a plus cos b എന്നുള്ള രൂപത്തിലാണ് ഈ കിടക്കുന്നത്. കണ്ടല്ലോ, ഈ ഇക്വേഷൻ രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. ഇത് എയും ഇത് ബിയും ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ ഇത് sin 7x sin 5x, അത് sin a മൈനസ് sin b എന്നുള്ള രൂപത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് എയും ഇത് ബിയും ആക്കി എടുക്കുക. ഇത് എയും ഇത് ബിയും ആക്കി എടുക്കുക. അത് കണക്കിൽ നമ്മൾ ഇതങ്ങോട്ട് ചെയ്യുക. അപ്പോൾ LHS എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എടുത്തെഴുതണം. LHS ഈക്വൽ ഇതുപോലെ അങ്ങോട്ട് എടുത്തെഴുതാം. LHS എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഈ പാർട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അങ്ങോട്ട് എടുത്തെഴുതുക. ഇത് എയും ബിയും കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷനിൽ പോലെ എഴുതുക. അപ്പോൾ cos a plus cos b എന്ന് പറഞ്ഞാൽ 2 cos a plus b. അപ്പോൾ 2 cos a plus b എന്ന് പറഞ്ഞാൽ എന്തുവാ, ഇത് രണ്ടും എടുത്തെഴുതുക by 2. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇക്വേഷനിൽ കൊടുത്തിട്ടുണ്ട് cos a minus b. ആ cos a minus b എന്ന് പറയുമ്പോൾ cos 7x minus 5x by 2, എന്നിട്ട് the whole divided by, അത് ക്വസ്റ്റ്യനിലാണ്, the whole divided by, പിന്നെ sin 7x minus sin 7x minus sin 5x. sin 7x minus sin 5x എന്നാൽ 2 cos a plus b by 2 into sin a minus b by 2 ആണ്. അപ്പോൾ അത് മനസ്സിലാക്കി 2 cos a plus b by 2 7x plus 5x divided by 2 into sin a minus b. അപ്പോൾ sin 7x minus 5x by 2 എന്ന് പറഞ്ഞ് എഴുതുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആക്കുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഇതെടുത്ത് എഴുതുന്നു. കോസ് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12x by 2 ആണ്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 2x by 2 ആണ്. ഡിവൈഡഡ് ബൈ കൊടുക്കുന്നു. ഇതും കോസ് എഴുതിയ ശേഷം ഇതും കൂടെ ആഡ് ചെയ്യും, 12x by 2. അതുപോലെ തന്നെ സൈൻ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ 2x by 2 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ഒരുപോലുള്ളത് ക്യാൻസൽ ചെയ്ത് ഇതൊക്കെ ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ബാക്കി ഈ 2 ടേമായിരിക്കും കിട്ടുന്നത്. ഈ ടേമാണ് കിട്ടുന്നത്. ഈ ടേമിനകത്ത് ഈ 2ഉം ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് കിട്ടുന്നത് cos x ഡിവൈഡ് ബൈ sin x എന്ന് പറഞ്ഞ് മാത്രമാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ cos x ബൈ sin x നമുക്കറിയാം cot x ആണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഇതിനകത്ത് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ട്രിഗണോമെട്രി എന്ന് പറയുന്നത് അത്ര വലിയ ടഫൊന്നുമല്ല. ഇക്വേഷൻസ് നല്ലതുപോലെ നമുക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈപ്പിടി എടുക്കാൻ പറ്റും. എല്ലാവരും നല്ലതുപോലെ എന്ത് ചെയ്യുക, ചെയ്ത് പഠിക്കുക.